ഇത് ശരിക്കും മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു ഭാര്യയുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോ ഐശ്വര്യടുത്ത് ചിന്തിക്കുന്ന ന്യായമല്ലേ? അശ്വതി ചേച്ചിയും അരുണേട്ടനും ശ്രീകുട്ടിയും ഒന്നും തെറ്റുകാരല്ലെങ്കിലും ഐശ്വര്യടുത്തേക്ക് മാത്രമുള്ളതാവണം അരുണേട്ടൻ. ഒരു ഭാര്യയുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോ അത് ശരിയാ. സ്വന്തം ഭർത്താവ് മറ്റൊരാളുടേതാണെന്ന് അറിഞ്ഞാ ഏത് ഭാര്യ അത് സഹിക്കുക? സാർ അത് പറ. ഐശ്വര്യടുത്തയുടെ സ്ഥാനത്ത് ഞാനും അരുണേന്റെ സ്ഥാനത്ത് അഖിൽ സാറും ആണെങ്കിൽ എന്റെ സ്ഥിതി എന്താ പറയേ? എന്നാ നമുക്ക് ആ പരീക്ഷണം നോക്കാം. എന്ത്? അരുണേട്ടനെ പോലെ ഞാനും ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. വേണ്ട, തമാശ വേണ്ട. തമാശ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക. ഒരു പെണ്ണും കൂടി ആയാലോ? എന്നാലേ ഞാൻ ഈ ചെവി ഒന്ന് പിഴുതെടുക്കും. വേദന വേണം എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? ഇനി അങ്ങനെ പറയോ? വേണ്ടാത്ത വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. തമാശയായിട്ടാണെങ്കിൽ എനിക്ക് സൈക്കിൾ കേട്ടോ. ശ്യാമയ്ക്ക് അഖിയും അഖിക്ക് ശ്യാമയും, അത്രേ ഉള്ളൂ. പോരെ? ആഹാ, ജയേഷ് വാ മോനെ. നമസ്കാരം. വാ മോനെ ഇരിക്കെ. ശ്രീകുട്ടിയോടെ അമ്മേ? അവൾ അകത്തുണ്ടല്ലോ. ഓ, മോളെ ഒന്ന് വിളിക്കോ? മോളെ ശ്രീകുട്ടി, ഇതാരാ വന്നേന്ന് നോക്കിക്കേ. ഇത് മോൾക്ക് കുറച്ച് ചോക്ലേറ്റും സ്വീറ്റ്സും ഒക്കെ അമ്മേ. മോളെ ഇപ്പൊ വരും. ഇത് മോക്ക് ജയേഷ് എന്നെ കൊടുത്തേക്ക്. മോളെ വന്നേ. ദേ മോക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നേ നോക്കി. മോളെ ദേ ഇതെല്ലാം ഞങ്ങൾ മോക്ക് വേണ്ടി വാങ്ങിയതാ. മേടിക്കും. ഇത് അശ്വതിക്ക് സാരിയ ഇഷ്ടപ്പെടും. മടിക്കാതെ വാങ്ങിച്ചോ. മോളെ മോൾ ഇതെല്ലാം വാങ്ങി അകത്തോണ്ട് വയ്ക്കേ. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ മോളെ? ഇത് മേടിക്കേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാരമില്ല, കൊച്ചുകുട്ടിയല്ലേ, എല്ലാം ശരിയാവും. ഞാനവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം.
മോളെ ഇനി ഈ ആളെ മോളെ അച്ഛാന്നാ വിളിക്കാൻ പോന്നേ. ഞാൻ വിളിക്കില്ല. ഇയാളെ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയതാ. എനിക്ക് ഇയാളെ കാണണ്ട. മുത്തശ്ശി പോവാൻ പറയും. എടി നീ എത്രയ്ക്കായോ? അമ്മ അവളെ വഴക്ക് പറയാൻ നിക്കണ്ട. എന്താടി വഴക്ക് പറഞ്ഞാൽ എന്താ? പിന്നെ അമ്മയും മോളും കൂടി എന്ത് ചെയ്യാനാ? നീയേ ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. അശ്വതി ഇത് മേടിക്ക്. മോളോടും ഇത് മേടിക്കാൻ പറ. ഞാനേ പഴയ ആളല്ല, ആകെ മാറി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ബുദ്ധിമോശങ്ങളൊക്കെ മുമ്പേ കാണിച്ചു. അതെല്ലാം ശരിയല്ലെന്ന് എനിക്ക് ബോധ്യമായി. ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കും. ഞാൻ സത്യത്തില് അത്രയ്ക്ക് ഇതിനെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം നിഷേധിച്ചപ്പോ എനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യം കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇനി അങ്ങനെ ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഉറപ്പ്. ഇത് മേടിക്കും പ്ലീസ്. മോളെ ഇത് ചോക്ലേറ്റാ, വാങ്ങിച്ചോ. എനിക്ക് ചോക്ലേറ്റ് എല്ലാം മേടിച്ചു തരാനേ എന്റെ അരുണങ്ങളുണ്ട്, അത് മതി. ഇവളാ മോളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത്. സാരമില്ലമ്മേ, അശ്വതി വെറുതെ വഴക്കുറെ നിൽക്കണ്ട. ക്രമേണ എല്ലാം നേരെയാവും. ഇപ്പൊ എല്ലാം ക്ഷമിക്കാൻ ഞാനും പഠിച്ചു. സാരമില്ല. അശ്വതി ദാ, ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാരിയാ. ഇത് പിടിക്ക് പ്ലീസ്. വാങ്ങിക്കേ. മോൻ ഇതെല്ലാം ഇങ്ങ് തന്നെ, ഞാൻ അവർക്ക് കൊടുത്തോളാം. ഇപ്പൊ ക്ഷമിക്കേ. ക്രമേണ ഞാൻ രണ്ടാളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനല്ലേ പറയുന്നേ. അതിങ്ങ് തന്നെ. ആ മോൻ പൊയ്ക്കോ, ഞാൻ ഏറ്റെന്നേ. മോൻ സമാധാനായിട്ടിരിക്കെ. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും. ഉറപ്പാണോ? അതെ, ഉറപ്പ്. ഇപ്പം മോൻ പൊയ്ക്കോ, എല്ലാം ഞാൻ ഏറ്റു. ജയേഷേ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞാ ഏറ്റു, ഉറപ്പ്. എന്താടി അവന് പ്രശ്നം? എന്തിനാ നീ അവനെ ഇങ്ങനെ അവഗണിക്കുന്നേ? പറയാ. എല്ലാം എങ്ങനെയെങ്കിലും ഒരുവിധം കരക്കടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്ക്. അപ്പോഴവളുടെ അഹങ്കാരം. നീ ഇനി ആരെ കാത്തിരിക്കുവോ? അവനെയോ ആ അരുണിനെയോ? പ്രശ്നങ്ങൾ വന്നപ്പോ അവൻ പൊടിയും തട്ടിപ്പോയി. അല്ല, പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ അവന്റെ രീതി.
ദേ ഇനി ആ ജയേഷ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ളത്. മുൻപേ തന്നെ അത്യാവശ്യത്തിന് പണം തന്ന് സഹായിക്കാൻ നിന്റെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ ജയേഷേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കടപ്പാടൊന്നും നീ അവരോട് കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ഈ വീട് ജപ്തി ചെയ്യാതെ രക്ഷപ്പെടണമെങ്കിൽ അതിന് അവൻ തന്നെ വിചാരിക്കണം. ഈ വീട് നഷ്ടപ്പെട്ട പിന്നെ നീ ഈ കുഞ്ഞിനെയും പിടിച്ചോണ്ട് എങ്ങോട്ട് പോവും പറയേ? എനിക്ക് എന്തായാലും തെരുവി കിടക്കാൻ വയ്യ. അവസാന കാലത്ത് സ്വന്തം കൂരയെ കിടന്ന് എനിക്ക് കണ്ണടയ്ക്കണം. അല്ലെങ്കിൽ തന്നെ ഈ മോളുടെ ഭാവി അത് നീ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കതെല്ലാം നല്ല ഓർമ്മയുണ്ട്. അതായി ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ഇനി നീ അതനുസരിച്ചേ പറ്റൂ. ഇനി ഐജിയുടെ മുമ്പില് ജയേഷ് തെറ്റുകാരനല്ലാന്ന് ഒരു വാക്ക് പറഞ്ഞാ മതി. ബാങ്കുകാരിൽ നിന്നും ഈ വീടും പറമ്പും എല്ലാം ജയേഷ് രക്ഷപ്പെടുത്തി തരും. അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ നിന്നെ എന്നെ ഇനി രക്ഷപ്പെടുത്താൻ ആരുമില്ല മോളെ. അത് നീ മറക്കരുത്. അശ്വതി, ഇനിയെങ്കിലും നീ കാര്യങ്ങള് അതിന്റെ രീതിയിൽ കാണാൻ ശ്രമിക്ക്. ജയേഷ് അല്ലാതെ വേറെ ആരും നമ്മളെ രക്ഷിക്കാനില്ല. എന്റെ കണ്ണടഞ്ഞ നിന്റെ ശ്രീകുട്ടിയുടെ ഭാവി അത് നീ ഓർക്കണം. ഇനിയെങ്കിലും നീ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. നീ ഐജിയോടൊരു വാക്ക് പറഞ്ഞ ജയേഷ് ജോലിക്ക് തിരിച്ചു കയറും. അത് നിനക്ക് ശ്രീകുട്ടിക്കുവാ നല്ലത്. താമസിയാതെ നിങ്ങളുടെ കല്യാണവും നടക്കും. അവന്റെ ശമ്പളം കൊണ്ട് എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാം. നീ എത്ര നിർബന്ധം പിടിച്ചാലും ഈ തീരുമാനങ്ങളെ നടക്കൂ. അല്ലാതെ വേറെ വഴിയൊന്നും നമ്മുടെ മുന്നിലില്ല. മോളെ, ഞാൻ സ്നേഹത്തോടെ പറയ, മോള് ദേഷ്യവും വാശിയും ഒക്കെ കളഞ്ഞ് ജയേഷിനെ സ്നേഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്ക. കേട്ടല്ലോ? അച്ഛാ. ആ മോളെ, മോക്ക് സുഖാണോ? ആ അച്ഛാ, എനിക്ക് സുഖ. അവിടെ അമ്മയ്ക്കും അപ്പൂനും ജയന്തിയടുത്തേക്കും ഒക്കെ സുഖല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖാ മോളെ. ദേവകി അപ്പു ഒക്കെ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആഹാ, അതെയോ? ആ മോളെ, ഞാനൊരു കാര്യം ചോദിക്കാനാ വിളിച്ചേ. എന്താ അച്ഛാ? നാളെ ഞാനും അമ്മയും കൂടെ മോളെ കാണാൻ വരുവാ. ആഹാ, അതെയോ? അച്ഛാ, അപ്പൂനും കൂടി കൊണ്ടുവരണേ. ആ മോളെ, അവന് സ്കൂളിൽ പോണ്ടേ? അച്ഛാ, ഒന്നും സാരമില്ല. എന്തായാലും അപ്പൂനും കൂടി കൂട്ടിക്കൊണ്ടുവരണം. അവനെ കാണാൻ എനിക്ക് കൊതിയാവോ? നോക്കട്ടെ മോളെ. നോക്കിയാ പോരാ, അപ്പൂനെ ഉറപ്പായിട്ടും കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഞാൻ പേണം കൂട്ടോ. ശരി ശരി, ഞാൻ അപ്പൂനെ കൊണ്ടുവരാം. ആ ഞങ്ങൾ വരുമ്പോ മോക്കെന്താ മേടിച്ചോണ്ട് വരണ്ടേ? വാങ്ങിക്കൊണ്ടുവരാനോ? എന്തിനാച്ചാ? അല്ല മോളെ, അത് നമ്മുടെ വീടല്ലല്ലോ. ഈ അവസരത്തില് അങ്ങനെയൊരു ചടങ്ങുണ്ടല്ലോ. ആ അല്ലെങ്കിൽ തന്നെ മോക്കെന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ടല്ലോ. അതെ, ഇപ്പോ എനിക്കും അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്താ വാങ്ങിക്കൊണ്ട് വരണ്ടേന്ന് മോള് പറ. ആദ്യം കൊണ്ടുവരേണ്ടത് നമ്മുടെ കൃഷ്ണന്റെ ക്ഷേത്രത്തിലെ പ്രസാദം. ആ പാൽപ്പായസം ഉണ്ണിയപ്പോ എന്തായാലും നിർബന്ധ. ശരി മോളെ. ആ വേറെന്താ വേണ്ടേ? പിന്നെ പിന്നെ എനിക്കിപ്പോ കഴിക്കാൻ ഏറ്റവും കൂടുതൽ കൊതി തോന്നുന്ന ഒന്നുണ്ട്. അച്ഛാ, അച്ഛനാ ഫോൺ അമ്മയുടെ കയ്യിൽ നിന്ന് കൊടുത്തേ, ഞാൻ പറയാം. ശരി മോളെ, ഞാൻ അമ്മയുടെ കൊടുക്കാം.
മോളെ ആ അമ്മേ, എനിക്ക് കുറെ ദിവസമായി അമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളില്ലേ, അത് കഴിക്കാൻ വല്ലാത്ത കൊതി തോന്നുക. അതിനെന്താ മോളെ, അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാലോ. ആ പിന്നെ അച്ഛൻ ചോദിച്ചത് മോൾക്ക് വേറെന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വരണോന്ന്. പുറത്തൊന്നും വേണ്ട അമ്മേ. ആ, വേറൊരു കാര്യം കൂടി എനിക്ക് വേണം. അമ്മ ഫോൺ അപ്പൂൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കോ? ആ അതിനെന്താ, ഞാൻ അപ്പൂനെ കൊടുക്കാം. ദാ മോനെ, ചേച്ചിക്ക് സംസാരിക്കണമെന്ന്. ഹലോ ശ്യാമേച്ചി. ആ അപ്പോ എടാ, എന്നെ കാണാൻ അച്ഛനും അമ്മയും വരുമ്പോഴേ നീയും വരണം കേട്ടോ. ശ്യാമേച്ചി പറഞ്ഞില്ലെങ്കിലും അതിന് അച്ഛനോട് ബഹളം വെച്ചോണ്ടിരിക്കാ ഞാൻ. ആണോ? പിന്നെ ശ്യാമേച്ചി അപ്പുനെ കുറിച്ച് എന്താ വിചാരിച്ചേ? എങ്ങനെയായാലും ചേച്ചിയെ കാണാൻ ഞാനും വരും. ആ ചേച്ചി എന്നോട് എന്താ പറയാമെന്ന് കേക്കട്ടെ. അപ്പു, നീ വരുമ്പോഴേ നമ്മുടെ കിഴക്ക് വശത്ത് നിൽക്കുന്ന മൂവാണ്ട മാവില്ലേ, അതിന്ന് 1-2 മാങ്ങ കൂടിക്കൊണ്ടുവരണേ. അത് ഞാൻ ഏറ്റു. അതെ, നീ അതിൽ കയറാനും നിൽക്കരുത് കേട്ടോ. അതൊന്നും ഇല്ലെന്നേ, തറയിന്ന് കൈകൊണ്ട് ഈർത്തെടുക്കാം, അത്രയ്ക്ക് കാഴ്ചയ്ക്കും ആ മാവ്. ആണോ? ശ്യാമേച്ചിക്ക് അതിലെ മാങ്ങ മതിയല്ലോ, അത് ഞാൻ എത്തിച്ചിരിക്കും. ഓക്കെ? ശരി അപ്പു, അപ്പോ ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ ശ്യാമേച്ചി. അച്ഛാ, ശ്യാമേച്ചിയെ കാണാൻ ഞാൻ പോകുന്ന കാര്യം അപ്പൊ ഫിക്സ് ആയല്ലേ? പിന്നെ അല്ലാതെ. ചെക്കൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? സന്തോഷിക്കട്ടെ ദേവകി, നമ്മുടെ മക്കൾ ഇനിയെങ്കിലും സന്തോഷിക്കട്ടെ. ഒരുപാട് കണ്ണുനീര് കുടിച്ചതല്ലേ, അതുകൊണ്ട് ഭഗവാൻ ഇപ്പോ നമ്മുടെ മക്കൾക്ക് സന്തോഷം കൊടുത്തതാ. നമ്മളെ ചെല്ലുമെന്ന് പറഞ്ഞപ്പോ തന്നെ മോക്ക് വലിയ സന്തോഷമായി. പാവം എന്റെ കുഞ്ഞ്. എടാ, ഓക്കേ, എന്താ വിളിച്ചേ? ഇരിക്കണം. അല്ല, എന്താ പെട്ടെന്ന് വിളിച്ചേ? നീ നോക്കി, ഞാൻ ആ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള 20 കോടിയുടെ ബിസിനസ് ഡീൽ ഉറപ്പിച്ചു. ആണോ? നോക്കട്ടെ. അക്കീം ഷാമിയും അത്രയ്ക്ക് ഉറപ്പ് തന്നിട്ടാ ധൈര്യമായിട്ട് ഈ കരാർ ഞാൻ ഉറപ്പിച്ചത്. അതിനെന്താ ഏട്ടാ, ഇത് നമ്മുടെ കമ്പനിക്ക് ഏറ്റവും നല്ല കാര്യമല്ലേ? ഇതെന്തായാലും ഒന്ന് ആഘോഷിക്കേണ്ടത്. ഏട്ടന്റെ കരിയറിലെ പൊൻതൂവല ഈ ഡീലിങ്സ്, സംശയമില്ല. എന്തായാലും ആദ്യേട്ടൻ MD കസേര കയറിയിട്ട് കമ്പനിക്ക് ഐശ്വര്യമുണ്ട്, അത് വ്യക്തമായി. ഏയ്, ഈ വിജയം നിന്റെയും ശ്യാമയുടെയും കൂടെയാ. നിങ്ങൾ രണ്ടാളുവാ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് തന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ ആദ്യേട്ടാ, എനിക്ക് ഫാക്ടറിയിൽ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ആ, ഞാനും അങ്ങോട്ടാ. അപ്പൊ ഒരു കാർ മതിയല്ലോ. ആ, എന്നാ വന്നോ, പോ. ഇതാണ് പറ്റിയ സന്ദർഭം. അമേരിക്കൻ കമ്പനിയുടെ 20 കോടി കരാർ ലിങ്ക് ഒന്ന് സെർച്ച് ചെയ്യണം, ഡീറ്റെയിൽസ് എടുക്കണം.